ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ വിഷുഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉത്തരട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നത്. ഉത്തരട്ടാതി നക്ഷത്രം മീനരാശിയിലാണ്. മീനരാശി എന്ന് പറഞ്ഞാൽ തന്നെ ജലരാശിയാണ്. മീനം എന്ന് പറയുമ്പോൾ 2 തലയുള്ള മീനാണ് പടത്തിൽ കാണുന്നത്. അപ്പോൾ മീനരാശിയെ പറ്റി പറയുമ്പോൾ പടം വരച്ച് കാണുമ്പോൾ 2 തലയുള്ള മീനാണ്. അപ്പോൾ ഒരു സ്ഥിരബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരത എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്ഥിരമായ തീരുമാനം എടുക്കാൻ സ്വല്പം താമസിക്കുന്നവരാണ്. ഇത് ശരിയാണോ അത് ശരിയാണോ, 2 തലയുള്ള മീൻ മുൻപോട്ടും പോവില്ല പുറകോട്ടും പോവില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രക്കാർക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ വളരെ 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 വിനയവും മിതമായ ഭാഷയിൽ സംസാരിക്കുന്നവരുമാണ്. ആർക്കും അവരോട് യാതൊരു വിധത്തിലുള്ള പിണക്കവും തോന്നാൻ സാധ്യതയില്ല. വളരെ ഭാഗ്യവാന്മാരാണ്. മാതാപിതാക്കളോട് വളരെ ഭക്തിയുള്ളവരാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ശോഭിക്കുന്നവരാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നല്ലവണ്ണം ശോഭിക്കുന്നവരാണ്. മാതാപിതാക്കളോട് ഭക്തിയുള്ളവരുമാണ്. പക്ഷേ മീനനക്ഷത്രമാണല്ലോ, ഏത് തീരുമാനം എടുത്താലും 2 പ്രാവശ്യം ആലോചിക്കും. ഇത് ശരിയാണോ അത് ശരിയാണോ, ഇത് ശരിയാണോ അത് ശരിയാണോ. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട് ഒരു സ്ഥലം മേടിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം മേടിക്കാനായിട്ട് തീരുമാനിച്ച് ഇന്ന് മേടിച്ച് കളയാമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ കയ്യിൽ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കാറില്ല. ആലോചിക്കട്ടെ, കുറച്ച് ശരിയാണോ തെറ്റാണോ, അപ്പോഴത്തേക്ക് വേറെ ആൾ വന്ന് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് പല പ്രാവശ്യം മീനരാശിക്കാർക്ക് പറ്റുന്നത്. പക്ഷെ നല്ലവരാണ്, നല്ല ആൾക്കാരാണ് മീനരാശിക്കാർ. ഉത്തരട്ടാതി നക്ഷത്രക്കാർ സാധാരണക്കാർക്കിടയിൽ അംഗീകാരം, സാമ്പത്തിക നേട്ടം, കുടുംബ സന്തോഷം എന്നിവയുടെ വർഷമാണ് ഈ 2025. ജീവിതത്തിലെ മാറ്റങ്ങൾ വലിയ അവസരങ്ങൾ തുറന്നു തരും. സാമ്പത്തികമായി മുന്നേറ്റം കാണും. താൽപ്പര്യമുള്ള മേഖലകളിൽ വിജയങ്ങൾ ലഭിക്കുകയും ചെയ്യും. വളർച്ചയും പുരോഗതിയും നിറഞ്ഞ വർഷമാണ് ഈ വർഷം. പഠനം, തൊഴിൽ, കുടുംബം തുടങ്ങിയ മേഖലകളിൽ നല്ല അവസരങ്ങൾ ലഭിക്കും. വിശ്വാസ്യതയും പ്രയത്നശീലതയും നിങ്ങളുടെ വിജയത്തിന് വഴിയൊരുക്കും. പ്രത്യേകിച്ചും പ്രയത്നശീലതയും നിങ്ങൾക്ക് കൂടുതലാണ്. ആരോഗ്യ സംരക്ഷണം അത്യാവശ്യമാണ്. പ്രൊഫഷണൽ മേഖലയിൽ പുരോഗതിയും പുതിയ അവസരങ്ങളും പ്രതീക്ഷിക്കാം. പ്രമോഷൻ, പുതിയ ജോലികൾ, ലാഭകരമായ ചിട്ടികളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ എന്നിവ ലഭിക്കും. ബിസിനസ്സുകാരുടെ ബിസിനസ്സുകാർക്ക് ലാഭനഷ്ടങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങളിൽ വിജയം കിട്ടും. ആലോചിച്ച് മാത്രമേ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാവൂ. പല പ്രാവശ്യം ആലോചിക്കണം. പക്ഷേ നിങ്ങൾ ആലോചിക്കുന്നവരാണല്ലോ പൊതുവെ, ഏത് കാര്യവും ആലോചിക്കുന്നവരാണ്. വളരെ വളരെ കൂടുതൽ ആലോചിക്കാം, പക്ഷേ വളരെ കൂടുതൽ ആലോചിക്കുന്നവരാണ് നിങ്ങളൊക്കെ. ടീം വർക്ക് ഉപയോഗിച്ച് വിജയം നേടണം. ആരെങ്കിലും പറയുന്നത് കുറച്ച് നല്ലതാണെങ്കിൽ അതും കൂടെ കേൾക്കാൻ പഠിക്കണം. സാമ്പത്തികമായി നല്ല നേട്ടം അനുയോജ്യമാണ്. ഊഹക്കച്ചവടം പോലുള്ള മേഖലകളിൽ നിക്ഷേപം ലാഭകരമായിരിക്കും. കുടുംബ ചെലവുകൾ ചിലപ്പോൾ കൂടിയേക്കാം. അതിനാൽ ബഡ്ജറ്റ് ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത്. സമയോചിതമായ നിക്ഷേപങ്ങൾ നടത്തണം. ധനലാഭം ഉണ്ടായാൽ സേവിങ്സിന് മുൻഗണന നൽകണം. കുടുംബ ബന്ധങ്ങളിൽ വളരെ സുഖകരമായിരിക്കും. പുതിയ ബന്ധങ്ങളിൽ ഉയർത്തലും സന്തോഷവും കിട്ടും. വിവാഹ സാധ്യതകൾ 2025 കൂടുതൽ തെളിഞ്ഞു കിട്ടാം. ആശയവിനിമയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ ആവശ്യമുണ്ട്. മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. അപകട സാധ്യതകളുണ്ട്. അതിനാൽ യാത്രകളിൽ സൂക്ഷ്മത പാലിക്കുക. ആവുന്നത്ര നിങ്ങൾ തന്നെ രാത്രി കാലത്ത് വണ്ടിയൊന്നും ഓടിക്കരുത്. രാത്രി സമയത്തുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. വ്യായാമം അവലംബിക്കുക. ആരോഗ്യ പരീക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ ചിന്തകൾ ആസ്വദിക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ധ്യാനവും വ്യായാമവും പ്രയോജനകരമായിരിക്കും. ചിലയിടങ്ങളിൽ സഹനശീലം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് സഹിച്ചുകൂടാ ചിലർ പറയുന്നത്. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സഹനശീലം വളരെ അത്യാവശ്യമാണ്. ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് 2025 വിജയം, സന്തോഷം, ആരോഗ്യം എന്നിവ ഉണ്ടാകുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.